ഒന്ന് ദിനവൃത്താന്തം 8-ാം അധ്യായം. ബെന്യാമീൻ ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അശ്ബേലിനെയും മൂന്നാമനായ അഹൂഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷൂവ, നയമാൻ, അഹൂഹ്, ഗേര, ഷെഫുഫാൻ, ഹൂരാം. ഏഹൂദിൻ്റെ പുത്രന്മാരോ, അവർ ഗേബ നിവാസിയുടെ പൃഥുഭവനങ്ങൾക്ക് തലവന്മാർ. അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. നയമാൻ, അഹിയാവ്, ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവൻ ഹുസയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരെയും തൻ്റെ ഭാര്യമാരായ ഹൂഷീമിനെയും ബയരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തൻ്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ്, സിബ്യാവ്, മേശ, മൽക്കാം, യവൂസ്, സാഗ്യാവ്, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവർ അവൻ്റെ പുത്രന്മാരായി പൃഥുഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഹൂഷീമിൽ അവൻ അബീതൂബിനെയും എൽപ്പയലിനെയും ജനിപ്പിച്ചു. എൽപ്പയലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമർ. ഇവർ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു. ബെരിയാവ്, ഷേമ ഇവർ അയ്യാലോൻ നിവാസികളുടെ പൃഥുഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ഷാഷക്ക്, യെരോമോത്ത്, സെബത്യാവ്, അരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ പെരിയാവിൻ്റെ പുത്രന്മാർ. സെബത്യാവ്, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മരായി, ഇസ്ലിയാവ്, യോബാബ് എന്നിവർ എൽപ്പേലിൻ്റെ പുത്രന്മാർ. യാക്കീം, സിക്രി, സബ്തി, എലിയോനായി, സില്ലെതായി, എലിയേൽ, അദയാവ്, ബെരയാവ്, ഷിമ്രാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദാൻ, സിക്രി, ഹാനാൻ, ഹനന്യാവ്, ഏലാം, ദോദ്യാവ്, യിഫ്തോയ, പെനുവേൽ എന്നിവർ ഷാശക്കിൻ്റെ പുത്രന്മാർ. ശംശരായി, ഷെഹർയാവ്, അതല്യാവ്, യാരഷ്യാവ്, എലിയാവ്, സിക്രി എന്നിവർ യെരോഹാമിൻ്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ തലവന്മാരും പ്രധാനികളുമായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തിരുന്നു. ഗിബയോനിൽ ഗിബയോൻ്റെ പിതാവായ യെയിയേലും അവൻ്റെ ഭാര്യയ്ക്ക് മയക എന്നു പേർ. അവൻ്റെ ആദ്യജാതൻ അബ്ദാൻ, സൂർ, കീഷ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സേഗർ എന്നിവരും പാർത്തു. മിഗ്ലോത്ത് ഷിമയിയെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ഷൗലിനെ ജനിപ്പിച്ചു. ഷൗൽ യോനാദാനെയും മൽക്കിഷൂവയെയും അമ്മീനാദാബിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാദാൻ്റെ മകൻ മെരിബാൽ. മെരിബാൽ മീഗയെ ജനിപ്പിച്ചു. മീഗയുടെ പുത്രന്മാർ പീതോൻ, മേലക്ക്, തരേയ, ആഹാസ്. ആഹാസ് യഹോവത്തയെ ജനിപ്പിച്ചു. യഹോവത്ത അലേമത്ത്, അസ്മാവത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയയെ ജനിപ്പിച്ചു. അവൻ്റെ മകൻ രാഫ, അവൻ്റെ മകൻ ഏലാസ, അവൻ്റെ മകൻ ആസേൽ. ആസേലിന് 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരുടെ പേരുകളാവിത്: അസ്രിക്കാം, ബൊക്രൂം, ഇഷ്മായേൽ, ഷെരിയാവ്, ഒബദ്യാവ്, ഹാനാൻ. ഇവർ എല്ലാവരും ആസേലിൻ്റെ പുത്രന്മാർ. അവൻ്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ: അവൻ്റെ ആദ്യജാതൻ ഊലാം, രണ്ടാമൻ യവൂഷ്, മൂന്നാമൻ എലീഫെലത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളും ആയിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. ഇവർ എല്ലാവരും ബെന്യാമീന്യ സന്തതികൾ.